അപ്പോൾ അവിടെ ശേഖരൻ മാഷ് എന്ന് പറഞ്ഞൊരു തീവ്ര ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ഒരു വക്താവാണ്. നക്സലൈറ്റ് ഒരു ചിന്താഗതിയൊക്കെ ഉള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ ഓരോ നാടകങ്ങളും കളിക്കാൻ തുടങ്ങി. ഇന്നൊക്കെ വളരെ വിപ്ലവ നാടകങ്ങളായിട്ടുള്ള കള്ളക്കോലങ്ങൾ, അതുപോലെ തന്നെ കബന്ധങ്ങൾ, തേവരുടെ ആന, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ ഒരു തീവ്ര ഇടതുപക്ഷ നാടകങ്ങൾ കുറേ ഏറെ കളിച്ചു. ഞാനിവിടെ വന്ന് പെട്ടിയെടുത്ത് നാടകവണ്ടിയിൽ കയറാൻ പോയപ്പോഴാണ് അവർ പറയുന്നത് വേണ്ട കയറണ്ട, അത് പഴയ ആളെന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെ കളിച്ചോളും. എനിക്ക് ഭയങ്കര വിഷമമായി. അത് വിഷമമായി ഞാനത് തിരിച്ചു. അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് സീൻ. അത് ലാൽ ജോസ് അറിയുകയും ചെയ്തു തോന്നുന്നു എന്നെ നടന്ന് ഒഴിവാക്കിയത്. അതുകൊണ്ടോ എന്തോ അത് കുറച്ചു കാലം അദ്ദേഹം എൻ്റെ PR ആയിട്ട് വർക്ക് ചെയ്തെന്നാണ് പിന്നീട് പറഞ്ഞത്. കുറേ സിനിമകൾ ഇങ്ങനെ വന്നു. ആ സിനിമകളൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ സിനിമാക്കാരനായി. അപ്പോൾ അറബിക്കഥ ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറബിക്കഥ വിജയിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നാടകക്കാരനായിട്ടുള്ള സിനിമക്കാരനായി. ആ കഥാപാത്രം തന്നെയായിരിക്കും പിന്നെ ആ വിശ്വസിക്കുന്നത്. അയാളെങ്ങനെ ചലിക്കുന്നു, അയാളെങ്ങനെ സംസാരിക്കുന്നു, അയാളെങ്ങനെ പെരുമാറുന്നു, അത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളിലേക്ക് വന്നിട്ടുണ്ടാവും. പലരും ചോദിക്കും ഈ നാടകത്തിൽ പോലെ എന്തിനങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെയെന്നോ. അപ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മളിലേക്ക് ഇങ്ങനെ ആവാഹിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ മുഖച്ഛായ മാറുന്നില്ല എന്നേ ഉണ്ടാവുള്ളൂ. എൻ്റെ ചേഷ്ടകളൊക്കെ ജസ്റ്റേഴ്സൊക്കെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ആ കഥാപാത്രത്തെ അത്രമേൽ പഠിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ സിനിമയ്ക്ക് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ സിനിമയ്ക്ക് കാലുമുട്ടൊക്കെ ആയിട്ട് ഇപ്പോഴും ആ കഥാപാത്രം മനസ്സിൽ നിന്ന് ഇങ്ങനെ പോയിട്ടില്ല. അത് കണ്ടിട്ട് ഒരുപാട് അല്ലാതെ മനസ്സ് വേദനിക്കേണ്ട നാടകം കണ്ടിട്ട്. പിന്നെ എനിക്ക് അവാർഡ് കിട്ടിയൊരു നാടകമുണ്ട്, കോഴിക്കോട് സങ്കീർത്തനയുടെ നവരസ നായകൻ എന്ന് പറഞ്ഞു. ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും സ്റ്റോറീസോടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഉള്ളത്, നമ്മുടെ സ്വന്തം, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശിവജി സാറിൻ്റെ വീട്ടിലാണ്. നമസ്കാരം സാർ. നമസ്കാരം. വെൽക്കം ടു സ്റ്റോറീസ് ഓഫ്. നാടകത്തിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോൾ നമ്മൾ ഈ LP സ്കൂളിൽ പണ്ടത്തെ ക്ലാസ് റൂമുകളിൽ ഒരു സംവിധാനം ഉണ്ടായിരുന്നു, ഈ പാഠഭാഗങ്ങൾ ഓരോ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ ഓരോ പാഠഭാഗങ്ങളും ഒരു 4 വരി ഒരു കുട്ടി വായിക്കും, പിന്നെ ഒരു കുട്ടി വായിക്കും, അങ്ങനെ വായിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ അത് മാഷിക്ക് ഭയങ്കര ഇഷ്ടം. അത് മാത്രമേ മാഷിക്ക് എന്നോട് ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടി എന്നുള്ള എനിക്ക് എന്നെ തീരെ താല്പര്യമില്ല. അപ്പോൾ അത് വീണ്ടും വീണ്ടും എന്നോട് വായിപ്പിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വായിപ്പിക്കണം എന്നുള്ളത് അറിഞ്ഞതെന്താ വെച്ചാൽ, ഞാനതിൻ്റെ ആ ഒരു മോഡുലേഷനൊക്കെ വരുത്തി, അതിൻ്റെ റെൻഡറിങ്ങിലൊക്കെ ഭാവങ്ങളൊക്കെ വരുത്തിയിട്ട് വായിക്കുമായിരുന്നു എന്നാണ് മാഷ് പറഞ്ഞത് പിന്നീട്. അപ്പോൾ ക്ലീ ക്ലീ ക്ലൂ, ആ മുറ്റത്തൊരു മൈന എന്നൊക്കെ പ്ലെയിനായിട്ട് വായിക്കാതെ അതിനൊരു മോഡുലേഷനൊക്കെ കൊടുത്തിട്ട് വായിക്കാറുണ്ടായിരുന്നു എന്നാണ് മാഷ് പിന്നീട് പറഞ്ഞത്. ഒരു പക്ഷെ അതായിരിക്കാം തുടക്കം. അങ്ങനെ ഒരു വാശിക്ക് ഒരു ദിവസം ഈ ആകാശവാണിയിൽ കണ്ടതും കേട്ടതും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ അധികരിച്ചു കൊണ്ടൊരു ചെറിയ പ്ലേ ഞാൻ തന്നെ എഴുതിണ്ടാക്കി, ഞാൻ തന്നെ സംവിധാനം ചെയ്ത്, ഞാൻ തന്നെ കളിച്ച് അവിടെ നിന്നാണ് തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനൊക്കെ ഒരു ഗൗരവമായിട്ട് കണ്ടത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ ശേഖരൻ മാഷ് എന്ന് പറഞ്ഞൊരു തീവ്ര ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ഒരു വക്താവാണ്. നക്സലൈറ്റ് ഒരു ചിന്താഗതിയൊക്കെ ഉള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ ഓരോ നാടകങ്ങളും കളിക്കാൻ തുടങ്ങി. ഇന്നൊക്കെ വളരെ വിപ്ലവ നാടകങ്ങളായിട്ടുള്ള കള്ളക്കോലങ്ങൾ, അതുപോലെ തന്നെ കബന്ധങ്ങൾ, തേവരുടെ ആന, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ ഒരു തീവ്ര ഇടതുപക്ഷ നാടകങ്ങൾ കുറേ ഏറെ കളിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ നക്സലൈറ്റ് ആവാനുള്ള ചെറിയ കഥകളൊക്കെ ഉണ്ട്. അങ്ങനെ ആ നാടകത്തിലേക്ക് വന്നു എന്ന് പറയാം. പിന്നെ നമ്മളിപ്പോൾ ഈ ജീവിതത്തിലേക്ക് അങ്ങോട്ട് കടന്നപ്പോൾ ഈ നാടകം കൊണ്ട് ജീവിക്കാൻ അങ്ങനെ വെറുതെ കളിച്ചിട്ട് ആയില്ല, വേറെ ജോലിക്കും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെ അങ്ങ് തൊഴിലാക്കാമെന്ന് കരുതിയിട്ട് പ്രൊഫഷണൽ നാടകത്തിലേക്ക് വന്നു. 10-30 കാലം അങ്ങനെയുണ്ട്, കൊല്ലക്കാലം അങ്ങനെ യാത്ര ചെയ്യേണ്ടി വന്നു. ഓക്കെ. അപ്പോൾ ഈ നാടകത്തിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ നാടകം എന്നുള്ളത് പോലെ തന്നെ ആദ്യത്തെ സിനിമ, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് സിനിമയിലേക്ക് കയറുമ്പോൾ സിനിമ വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. അത് ലാൽ ജോസ് അതിനെപ്പറ്റി വിവരിച്ചിട്ടൊക്കെ ഉണ്ട്, ഏതോ ഒരു ഇൻ്റർവ്യൂലായിട്ടോ.
അപ്പോൾ ഈ പ്രൊഫഷണൽ നാടകക്കാരൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ എല്ലാ ദിവസവും എൻഗേജഡാണ്. എപ്പോൾ നാടകത്തിന് വിളിച്ചാലും ചെല്ലണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് സിനിമ അന്വേഷിച്ച് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേപോലെ ഒരു സീസണിലാണ് എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. നമ്മളെ ബാലൻ കെ നായരുടെ മെമ്മോറിയലായിട്ടൊരു നാടക മത്സരം നടക്കാറുണ്ട് അവിടെ. അപ്പോൾ ആ സമയത്ത് ലാൽ ജോസ് അവിടെ ഷൊർണൂർ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്. അപ്പോൾ ലാൽ ജോസിന് ഗസ്റ്റായിട്ട് അവർ ഡോക്ടർ സാന്നിധ്യം ഒരു സൗഹാർദ്ദം കൊണ്ടൊക്കെ ഇയാളെ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ കൊടുത്തിരിക്കുകയാണ് അത് അവാർഡ് നൽകാനായിട്ട്. അപ്പോൾ എനിക്ക് ലാൽ ജോസിനെ അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ക്ലാസ്മേറ്റ്സൊക്കെ ഹിറ്റായിട്ടിരിക്കുന്ന സമയമായിരുന്നുകൊണ്ട് അങ്ങനെ പതിവ് പോലെ ഞങ്ങൾ ഈ അവാർഡ് വാങ്ങണവരൊക്കെ എപ്പോഴും ഓഡിറ്റോറിയത്തിലാവുമല്ലോ നാടകക്കാർ. സ്റ്റേജിൽ മന്ത്രിയും MLA സൂപ്പർ സ്റ്റാറുകളൊക്കെ ഉണ്ടാവും. അവാർഡ് കൊടുക്കുന്നവർക്ക് വലിയ ഇതുണ്ടാവില്ല. അപ്പോൾ എൻ്റെ പേര് വിളിച്ചു, ഞാൻ വന്നു വാങ്ങി, ഞാനങ്ങ് തിരിച്ചു പോയി. അപ്പോൾ ആ നടത്തം അയാൾ തേടി നടന്നൊരു കഥാപാത്രത്തെ ആണെന്ന് പിന്നെ പറയണ അയാൾ, അല്ലാതെ എനിക്കൊരു പേജില്ല. അങ്ങനെ അയാൾ നമ്പർ തന്നു, എന്നിട്ട് എന്നോടൊന്ന് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ വിളിച്ചില്ല. എനിക്കന്ന് സ്ഥിരം നാടകം വിളിച്ചില്ല ഞാൻ, കാരണം എന്തോ ഒരാൾ നമ്പർ തന്നു, ഞാൻ വിളിച്ചില്ല. ഫോണൊക്കെ ഉണ്ടായിരുന്നു അന്ന്, മൊബൈലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുകയുണ്ടായത്, എനിക്ക് താങ്കളൊന്ന് കാണണം, ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലൊന്ന് വരാമോ എന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വിളിച്ചില്ല. അപ്പോൾ ഞാൻ കരുതി ഈ സിനിമാക്കാർ പ്രത്യേകിച്ച് ഒരു ഡയറക്ടറാകുമ്പോൾ നമ്മളെ കോൾ ഏത് സമയത്താണ് ചെല്ലണമെന്ന് പറയാൻ പറ്റില്ല. അയാൾ വളരെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ കോൾ അതിന് ബ്രേക്ക് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാഞ്ഞെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു വേഷമുണ്ട്, ചെയ്യണം. പറഞ്ഞു ചെയ്യാം, സിനിമ എല്ലാവർക്കും താല്പര്യമുള്ളതല്ലേ, എനിക്കും താല്പര്യമുണ്ടായിരുന്നു സിനിമ ചെയ്യാൻ, അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഗൾഫിൽ വെച്ചിട്ടാണ് ഷൂട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല, ഇവിടെ നാടകമുണ്ട്, ഞാൻ രാത്രി നാടകം കളിച്ച് പകൽ ഷൂട്ടിന് വരാമെന്നുള്ളൊരു നിലപാടിലാണ് ഞാൻ പറഞ്ഞത്. പറ്റില്ല എന്ന് പറഞ്ഞ് എങ്ങനെ പറഞ്ഞല്ല, എനിക്ക് പറ്റില്ല, കാരണം ഒരു 10-14 കുടുംബങ്ങളുടെ പ്രശ്നമാണ്, ഞാൻ നാടകം ഇട്ട് പോയി, അതൊരു പെട്ടെന്ന് ഒരാൾക്കാണ്ട് കയറി ചെയ്യാനും പറ്റില്ല, വേഷം സെൻട്രൽ ക്യാരക്ടറാണ്, അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത്, എന്തായി നിങ്ങൾ പറയുന്നത്, ഇത്രയും വലിയൊരു സംവിധായകൻ്റെ കൂടെ അയാളൊന്ന് വിരൽ കടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യൂ നിൽക്കും ആൾക്കാർ, എന്നിട്ട് എന്താണ്. ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥ ഇതാണ്. എന്നിട്ട് ലാൽ ജോസ് തിരിച്ചു വന്ന് അദ്ദേഹം തന്നെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേറൊരാൾ കണ്ടെത്താം തൽക്കാലം ആ വേഷത്തിന്, എന്നാലും എന്നെ വിടുന്നില്ല അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളെ വേറെ കിട്ടാനുണ്ട്, സ്വമേധയെ വന്ന് ചേരുന്നവരുണ്ട്. പക്ഷെ അതൊന്നും ആൾക്ക് പറ്റില്ല, എന്നെ തന്നെ വേണം എന്നുള്ളൊരു വാശിയിൽ അങ്ങനെ ആലോചിച്ചു, നമുക്കതിന് സമയം തരാം, വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ച് പഠിപ്പിക്കുക, എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വരിക. അപ്പോൾ ഞാൻ അതിൻ്റെ ഓണറോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓണർ വിജയരാഘവനാണ്, എൻ്റെ നമ്മുടെ സാറ സമിതിയിലായിരുന്നു. അപ്പോൾ കുട്ടൻ ചേട്ടനോട് ആദ്യം പറഞ്ഞു, അവർ തമ്മിലും സിനിമക്കാരാണല്ലോ, അവർ തമ്മിൽ സംസാരിച്ചു. അങ്ങനെ ഒരാളെ കൊണ്ട് നടന്ന് പഠിപ്പിച്ച് ഒരു നടനെ കണ്ടെത്തി കൊണ്ടുവന്ന് പഠിപ്പിച്ച് അവസാനം ഞാൻ മാറിയിരുന്നിട്ട് നാടകം കണ്ടു. അന്ന് ഒളിച്ചിരിക്കണം, കാരണം എന്നെ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാകും, കാരണം എന്നെ കണ്ടിട്ടാണ് ആ നാടകം ബുക്ക് ചെയ്യണതൊക്കെ, എൻ്റെ ആ വേഷം കണ്ടിട്ട്. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഒളിച്ചിരുന്ന് ഇയാൾ കളിക്കണമൊക്കെ കണ്ടു. ഒരുവിധം ഒപ്പിക്കാം, കുറച്ച് ദിവസത്തെ കേസല്ലേ ഉള്ളൂ, ഒരു 10 ദിവസത്തെ കേസേ ഉള്ളൂ, 10 ദിവസം നാടകമുണ്ട്, ഒരുവിധം ഒപ്പിക്കാമെന്ന് പറഞ്ഞ് ഞാൻ മെല്ലെ മുങ്ങിയതാണ്. അപ്പോൾ ഇവർ തമ്മിലൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, ശിവജിയുടെ ഈ കുട്ടൻചേട്ടനും ലാൽ ജോസും തമ്മിലൊരു ഗ്യാരണ്ടി എന്ന് വെച്ചാൽ ശിവജിയുടെ വർക്ക് കഴിഞ്ഞാൽ ഉടനെ അവനെ പാക്ക് ചെയ്തോളണം, ഇവിടെ നാടകം തൊട്ടാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു തന്നു. ഞാനിവിടെ വന്ന് പെട്ടിയെടുത്ത് നാടക വണ്ടിയിൽ കയറാൻ പോയപ്പോഴാണ് അവർ പറയുന്നത് വേണ്ട കയറണ്ട, അത് പഴയ ആളെന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെ കളിച്ചോളും. അതെനിക്ക് ഭയങ്കര വിഷമമായി, അത് വിഷമമായി ഞാനോട്ട് തിരിച്ചു പോന്നു. അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് സീൻ. അത് ലാൽ ജോസ് അറേഞ്ച് ചെയ്തു തോന്നുന്നുണ്ട് എന്നെ നടന്ന് ഒഴിവാക്കിയെന്ന്. അതുകൊണ്ടോ എന്തോ അത് കുറച്ചു കാലം അദ്ദേഹം എൻ്റെ PR ആയിട്ട് വർക്ക് ചെയ്തു എന്നാണ് പിന്നീട് പറഞ്ഞത്. കുറേ സിനിമകൾ ഇങ്ങനെ വന്നു, ആ സിനിമകളൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു, അങ്ങനെ സിനിമാക്കാരനായി. അപ്പോൾ അറബിക്കഥ ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറബിക്കഥ വിജയിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നാടകക്കാരനായിട്ടുള്ള സിനിമക്കാരനായി. അപ്പോൾ പണ്ടത്തെ നാടകങ്ങൾ എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ ഡെയിലി പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ടാവും, ഡെയിലി നാടകങ്ങൾ ഉണ്ടാവും. അപ്പോൾ
അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ്, അതിൻ്റെ പ്രാക്ടീസ്, അതിൻ്റെ ആൾക്കാർ, അതിൻ്റെ റിഹേഴ്സൽസ്, അതിനെ പറ്റിയുള്ള അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? നാടകം അവതരിപ്പിക്കുന്നതിൻ്റെ മുമ്പ് ഉള്ള റിഹേഴ്സലിന് മാറ്റമൊന്നുമില്ല. നാടകം പഠിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഡെയിലി റിഹേഴ്സലില്ല. പ്രൊഫഷണൽ നാടകത്തിന് അതിൻ്റെ ഒരു ഫൈനൽ റിഹേഴ്സൽ വരെ ഉള്ള റിഹേഴ്സലേ ഉള്ളൂ. പിന്നെ റിഹേഴ്സലില്ല. എല്ലാ ദിവസവും നാടകം കളിക്കുമ്പോൾ മുമ്പ് റിഹേഴ്സൽ വേണ്ട ആവശ്യമില്ല. പിന്നെ അത് നമുക്ക് ഏത് ഉറക്കത്തിലും വിളിച്ച് പറഞ്ഞാൽ പറയാവുന്ന തരത്തിലേക്ക് ആ പരിവ് പെട്ടിട്ടുണ്ടാവും അപ്പോഴേക്കും. പിന്നെ സ്വാഭാവികം മനുഷ്യ സഹജമായിട്ടുള്ള ചിലപ്പോൾ എന്തായാലും മറന്നുപോല് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പോഴും അപ്പോഴും എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഓരോ കഥാപാത്രത്തിന് ഒരേ നടന്മാരെ എടുക്കലാണ്. അവരൊക്കെ കൂടിയിട്ടുള്ള ഒരു അക്കോമഡേഷനൊക്കെ ഭയങ്കര പരിതാപകരമായിരിക്കും. കാരണം പ്രൊഡ്യൂസർക്കൊക്കെ ഒരു ലിമിറ്റിൽ നിന്നിട്ടാണല്ലോ. സിനിമയുടെ പോലെയൊന്നുള്ള അത്ര സാമ്പത്തിക ശേഷിയൊന്നുമില്ല. വളരെ ലിമിറ്റിൽ നിന്നിട്ടുള്ള ഭക്ഷണം, താമസ സൗകര്യം, റിഹേഴ്സൽ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ഭൗതിക സൗകര്യങ്ങളെക്കുറിച്ചൊന്നും അത്ര ബോധർ ചെയ്യാറില്ല. എനിക്കുണ്ടായിട്ടില്ല പലർക്കും അങ്ങനെ ഒരു അസൗകര്യത്തെ പറ്റി അങ്ങനെ ഒരു നാടക സംഘത്തിൽ പ്രശ്നം ഉണ്ടായതായിട്ടും എനിക്കറിയില്ല. അപ്പം ഒന്ന് സിനിമയിലാണ് കാരവനില്ല മറ്റതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പ്രശ്നമുള്ളൂ. അന്നത്തൊക്കെ ഈ ഒരു കൂട്ടായ്മ ഭയങ്കരമായിരുന്നു. ഇപ്പോൾ ഒരു കുടുംബമായിരുന്നു. ഒരു 10-15 ആളുണ്ടെങ്കിലും ആ 10-15 ആൾ അച്ഛൻ്റെ സ്ഥാനത്ത് ഒരാളുണ്ടാവും, അമ്മയുടെ സ്ഥാനത്ത് ഒരു ചേച്ചി ഉണ്ടാവും, മക്കളെ, അനിയന്മാർ, അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു കുടുംബമായിട്ടാണ് ഒരു വർഷമോ അല്ലെങ്കിൽ 2 വർഷം 3 വർഷമൊക്കെ നീങ്ങി പോവുക. അതൊരു വളരെ സുഖമുള്ള കാര്യമാണ്. നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. നമ്മൾ 10ാം ക്ലാസ് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന കരച്ചിൽ പോലെയൊക്കെ ആയിരിക്കും. അതൊക്കെ നല്ല അനുഭവങ്ങളാണ്. പക്ഷെ ഇപ്പോൾ അത് ലിമിറ്റ് ചെയ്യപ്പെട്ടു കുറച്ച് കൂടി. ഇപ്പോൾ ഒരു 15-20 കഥാപാത്രങ്ങളുണ്ടെങ്കിൽ പോലും അത് 5ഉം 2ഉം 7 ഒതുക്കി. ഈ പറഞ്ഞ പോലുള്ള അക്കോമഡേഷനൊക്കെ വലിയ പ്രശ്നമായി. ഇപ്പോൾ നാടകം കളിച്ച് വേറൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യണമെങ്കിൽ അവിടെ റൂം റെൻറ്റ് ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ഒതുങ്ങി വന്നു. പിന്നെ ഈ ശമ്പളം ഒതുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഒരാൾ തന്നെ 2 വേഷം 3 വേഷം 4 വേഷം 5 വേഷമൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അത് ഭയങ്കര കഠിനമാണത്. അത് കഠിനം എന്ന് മാത്രമല്ല ഒരു വലിയ അക്രമമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം അതുമൂലം ഉണ്ടാകുന്ന അബദ്ധങ്ങൾ ചില്ലറയല്ല. കാരണം ഒരു സെക്കൻഡ് ഞൊടിയടയ്ക്കുള്ളിൽ വേഷം മാറി വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ ഞൊടിയടയ്ക്കുള്ളിൽ അവിടുത്തെ സൗകര്യത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇപ്പോൾ ഒരു എല്ലാ ഓഡിറ്റോറിയം സൗകര്യപ്രദമാവണമെന്നില്ല. ചിലപ്പോൾ വളരെ ഇടുങ്ങിയ സ്റ്റേജായിരിക്കും, ഇടുങ്ങിയ ഗ്രീൻ റൂമായിരിക്കും, ചിലപ്പോൾ ഗ്രീൻ റൂം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സ്ത്രീ ചിലപ്പോൾ സൈഡ് തട്ടിയയുടെ ഉള്ളിലേക്ക് നിന്നിട്ടായിരിക്കും സ്വന്തം ഡ്രസ്സ് തന്നെ മാറുക. അത് ഭയങ്കര ദയനീയമാണ്. നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിയോട് ഇവിടെ നിന്നിട്ട് മാറിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. ചെറിയ മറയുണ്ട്. അപ്പം പുരുഷന്മാരുടെയൊക്കെ സഹകരണത്തോടു കൂടി തന്നെയായിരിക്കും. അവിടെ ഒരു വേറെ ചിന്ത ഇല്ല നമുക്ക്. എങ്ങനെയെങ്കിലും പെട്ടെന്ന് അവളെ ഒരുക്കി സ്റ്റേജിലേക്ക് വിടുക എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. അവിടെ അവൾ തുണി മാറുന്നത് ഞാൻ കണ്ടു എന്നോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമോ എന്നോ ഒരു വ്യാകുലതൊന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താ അവസ്ഥയിലാണ് വരുന്നത്, ഭയങ്കര പ്രശ്നമാണ് അത്. ഭയങ്കര ഒരു എന്താ പറയുക, അവരെ വല്ലാത്തൊരു ടാസ്ക്കാണ് അത്. പെട്ടെന്ന് അങ്ങനെ മാറിയുണ്ട്. അപ്പോൾ അബദ്ധങ്ങൾ പറ്റും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഗുരുവായൂർ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മത്സരമായിരുന്നു. കൊണ്ട് ഒരു ചേച്ചി പെട്ടെന്ന് വരണം. ഒരു പോലീസുകാരി പിന്നെ ഒരു അമ്മയായിട്ടാണ് വരുന്നത്. സാരി എടുത്തിട്ട് വരണം. അപ്പോൾ ഈ ഡ്രസ്സ് ഊരിക്കളഞ്ഞ് വേറെ ഡ്രസ്സ് ഇട്ട് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ടൊക്കെ ആവും വരുന്നുണ്ടാവുക. വന്ന് സ്റ്റേജിൽ വന്നപ്പോൾ ഭയങ്കര ബഹളമാണ് ഓഡിറ്റോറിയത്തിൽ. ഈ പെണ്ണിനത് അറിയണമില്ല സംഭവം എന്നാണ്. കൂടെ നിൽക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ടെന്നുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇട്ടുണ്ടായിരുന്ന ബ്ലൗസ് അതുകൊണ്ട് ബ്ലൗസിൻ്റെ ഒരു പിന്ന് ഇതിൻ്റെ മുടിയുമ്പോൾ കൊളുത്തി കിടക്കുക. പിന്നിൽ ബ്ലൗസ് വല്ലാത്ത സങ്കടം. അത് വല്ലാത്തൊരു സങ്കടം. അപ്പം അതാണ് ഈ ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയത്. അടുത്ത് നിൽക്കുന്നവനൊന്ന് കണ്ണുകൊണ്ട് കാണിക്കുക അങ്ങനെയൊക്കെ ചെയ്യും ഞങ്ങൾ. അങ്ങനെ അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാൻ ഇത് ബ്ലൗസായി പോയി വേറെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു അതിനൊക്കെ വലിയ പ്രശ്നമായാണ്. അപ്പോൾ അതാണിപ്പോൾ ഈ 2 കാലഘട്ടത്തിലുള്ള ഒരു നാടകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റോറിയങ്ങളില്ല. ഓഡിറ്റോറിയം എടുക്കുന്നെങ്കിൽ തന്നെ കല്യാണ മണ്ഡപത്തിൻ്റെ റെൻറ്റ്. അപ്പോൾ പിന്നെ ഇവരെവിടെ റിഹേഴ്സൽ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇത് ഇങ്ങനെ പണിതിട്ടത്. ആർക്കും എപ്പോൾ വന്നിട്ട് റിഹേഴ്സൽ ചെയ്യാം എന്നുള്ള നിലപാടിൽ സൗജന്യമായിട്ട് റിഹേഴ്സൽ ചെയ്യാം. അപ്പോൾ ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് പോകുന്ന സമയത്ത് ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നിയിരുന്നു? സിനിമയും നാടകവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എങ്ങനെയായിരുന്നു? നാടകമാണ്, സിനിമയാണ്. രണ്ടും 2 ആർട്ട് തന്നെയാണ്. പക്ഷെ രണ്ടിലും അഭിനയമാണ്. അത് സിനിമയിൽ അഭിനയിക്കേണ്ടെന്നൊക്കെ
ചിലപ്പോൾ പറയും ജർമ്മനിയിൽ വെറുതെ പെരുമാറിയ മതി എന്നൊക്കെ പറയും. അതൊന്നല്ല, സിനിമയിൽ അഭിനയിച്ച് തന്നെ പറ്റുള്ളൂ. വെറും പെരുമാറ്റമല്ല, അത് കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് വേണം. അത് ആ അഭിനയത്തിന് ഒരു റേഞ്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രം. നാടകത്തിലാകുമ്പോൾ കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്യണം, സിനിമയിലാകുമ്പോൾ അതിൻ്റെ മിതത്വം പാലിക്കണം. പിന്നെ ഇതൊരു ജൈവ കലയാണ് നാടകം, ജീവനുള്ള കലയാണ്. മറ്റതൊരു സാങ്കേതിക കലയാണെന്ന് പറയാം. സാങ്കേതികതയ്ക്കാണ് അതിന് മുൻതൂക്കം. ഇതിൽ സാങ്കേതികത കൊണ്ട് ഒരു പ്ലെയിൻ കർട്ടനും, ഞാനിപ്പോൾ ഒറ്റയാൾ നാടകം കളിക്കുന്നുണ്ട്. അത് ഏത് തെരുവിലും കളിക്കാവുന്ന, ഏത് തെരുവിലും കളിക്കാം, വീടിന് മുറ്റത്തും കളിക്കാം, വീടിൻ്റെ അകത്തും കളിക്കാം. അങ്ങനെയുള്ളൊരു സൗകര്യം അതിനുണ്ട്. ജൈവ ഒരു ജീവനുള്ള എന്താ പറയുക, അപ്പപ്പോൾ റിയാക്ഷൻ കിട്ടും. നമ്മളവരെ മുമ്പിലാണ് കളിക്കുന്നത്, അവരെ കൺമുമ്പിൽ കളിക്കണം. മറ്റതൊരു നിഴലല്ലേ കാണുന്നത്. പിന്നെ അറിയാതെ നമ്മളതിലങ്ങോട്ട് മനസ്സ് ചേർത്തി കൊടുക്കുന്നതാണ് സിനിമയിൽ. അത് നിഴല കാണുന്നത്, ഒരു യാഥാർത്ഥ്യമല്ല അത്. സാങ്കേതികമായിട്ടുള്ളൊരു അതിൽ ടെക്നിക്കാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതിലിപ്പോൾ അഭിനയം എന്ന് അറിഞ്ഞോളൊന്നുമില്ല. നാടകത്തിലെ പോലെയല്ല. നാടകത്തിൽ അത്യാവശ്യം അഭിനയിക്കാൻ അറിയണം, സിനിമയിൽ അങ്ങനെ അഭിനയിക്കാൻ അറിയണം. എന്ന് വെച്ചാൽ സിനിമയിൽ നിലവിലുള്ളവരാരും അഭിനയം അറിയാത്തവരാണെന്നല്ല കേട്ടോ. ഇപ്പോൾ ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞ സിനിമ, അതിലെ നായകൻ ഒരു ആനയാണ്. ഈ ആന ഇപ്പോൾ എവിടെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു വന്നത്. അപ്പം അത് ക്യാമറ വെക്കുന്ന കണ്ണിൽ ഗ്ലിസറിൻ വെച്ച് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ ആന കരയുന്ന പോലെ തോന്നും. അതിന് ചിഹ്നം വിളിക്കട പറഞ്ഞ ചിഹ്നം, അപ്പോൾ ആന കരയുന്ന പോലെ തോന്നും. അങ്ങനെ ആനയെ നമ്മളുടെ മനസ്സിലേക്ക് ഈ ക്യാമറയുടെ വഴിയിലൂടെ നമ്മളെ കൊണ്ടെത്തിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ആന അഭിനയം പഠിച്ചു എന്ന് പറഞ്ഞാൽ പറ്റില്ല. പറഞ്ഞനുസരിക്കുന്ന ആനയാണെങ്കിൽ അഭിനയിപ്പിക്കാം. അപ്പോൾ ഈ അഭിനയം എന്നുള്ളൊരു സംഭവം പറഞ്ഞത്, അപ്പോൾ ഈ ഓരോ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുന്നത് സാർ? അത് ഒരു നാടകം എഴുതുന്ന ആള്, ഒരു കഥാപാത്രം, അവിടെ നിന്നാണ് പാത്ര സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ ആ പാത്ര സൃഷ്ടിയിൽ ആ കഥാപാത്രം എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് ആ നാടകത്തിലുണ്ടാവും. അത് എഴുത്തുകാരൻ്റെ മനസ്സിലുണ്ടാവും. എഴുത്തുകാരൻ മനസ്സിലുള്ളത് പേപ്പറിലേക്ക് പകർന്നിട്ടുണ്ടാകും. ഒരു മുടന്തുള്ള നടനാണെങ്കിൽ ഒരു മുടന്തുള്ളവനെ കൊണ്ട് അഭിനയിപ്പിക്കണ കുറേ കൂടെ ആയാസമാണ്. നമ്മളാകുമ്പോൾ മുടന്ന് കാലുണ്ടാക്കേണ്ടി വരും. അതുപോലെ തന്നെ ആ കഥാപാത്രത്തിൻ്റെ ആകാരം, അയാളുടെ പ്രായം. ഇപ്പോഴത്തെ ഗതികേട് കൊണ്ട് നാടകത്തിലൊക്കെ ഒരു 15 വയസ്സുള്ള പെൺകുട്ടിയുടെ വേഷം ചെയ്യുന്നത് 55 വയസ്സുള്ള ചേച്ചിയായിരിക്കും. പാവാടി ജമ്പറിട്ട്. അത് നമ്മളെ നാടകത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു പുതിയ നടികൾ വരുന്നില്ല എന്നുള്ള ഒരു അപര്യാപ്തത എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പോൾ ചൂസ് ചെയ്യുക പറഞ്ഞാൽ, ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ച ആൾ ഏകദേശം ചൂണ്ടിക്കാണിക്കും ഇന്ന ആൾ ചെയ്താൽ കൊള്ളാം എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളെ അടുത്തേക്ക് വരിക. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി ഒരു മുന്നിലേക്ക് വന്ന ഒരു നടനാണെങ്കിൽ, കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള നടനാണെങ്കിൽ, നമ്മൾ നാടകം വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് എങ്ങനെ ഏതെന്നുള്ളത്. പിന്നെ ഈ നാടകത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കഥാപാത്രവും നമ്മളതിലൊരു എന്താ പറയുക, ഒരു പരകായ പ്രവേശം എന്ന് പറയുന്ന രീതിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ അവസാനം കളിച്ചു എന്ന് പറഞ്ഞ നാടകമൊക്കെ, പിന്നെ അതൊന്ന് ആ നാടകത്തിൻ്റെ ക്യാരക്ടർ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇടയ്ക്ക് വെച്ച് നിന്ന് പോയതുകൊണ്ട്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ആ കഥാപാത്രം തന്നെയായിരിക്കും പിന്നെ ആ ഒരു സീസൺ മുഴുവൻ. അയാളെങ്ങനെ ചലിക്കുന്നു, അയാളെങ്ങനെ സംസാരിക്കുന്നു, അയാളെങ്ങനെ പെരുമാറുന്നു, അത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളിലേക്ക് വന്നിട്ടുണ്ടാകും. പലരും ചോദിക്കും ഈ നാടകത്തിൽ പോരെ, ഇതിലെന്തിനങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെയാണോ എന്നുള്ളത്. പക്ഷെ നമ്മളത് അറിയാണ്ട് നമ്മളിലേക്ക് ഇങ്ങനെ ആവാഹിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ മുഖച്ഛായ മാറുന്നില്ല എന്നേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ചേഷ്ടകളൊക്കെ, ജസ്റ്റേഴ്സൊക്കെ ഏകദേശം അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അത് നമ്മൾ ആ കഥാപാത്രത്തെ ഉള്ളിലേക്ക് ആവാഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണെന്നൊക്കെ തൽക്കാലം പറഞ്ഞ് മനസ്സിലാകും. എനിക്കല്ലാതെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് നമ്മൾ ആ കഥാപാത്രത്തിൽ നിന്ന്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നിടത്ത് എന്താണെന്ന് വെച്ചാൽ, കഥാപാത്രത്തിൻ്റെ മറ്റുള്ള വശങ്ങളൊന്നും നമ്മൾ നോക്കില്ല. ഇപ്പോൾ ഒരു കലക്ടറുടെ വേഷമാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കലക്ടറെ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ പരിചയപ്പെട്ടിട്ടുണ്ടാകും. ഡോക്ടറെയും അതുപോലെ തന്നെ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ എവിടെയെങ്കിലും വന്ന് ചേർന്നിട്ടുള്ള ഒരു രൂപം ഉണ്ടാവും. അയാളുടെ ജസ്റ്റേഴ്സ്, അയാളുടെ നടത്തങ്ങളൊക്കെ നമ്മൾ അറിയാണ്ട് ആവാഹിച്ചിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് പറയണത്, ഒരു നടൻ
എപ്പോഴും വളരെ വളരെ നിരീക്ഷിക്കുന്ന ഒരാളായിരിക്കും. എന്തൊരു ഭിക്ഷക്കാരനെ കണ്ടാലും അയാളെ നോക്കി അയാളെ ചേഷ്ടകൾ, അങ്ങനെ ഒരു ഡാൻസറാണ് നടന്നു പോകുന്നതിൽ അയാളുടെ ചേഷ്ടകൾ ഇതറിയാണ്ട് സേവ് ചെയ്തിട്ടുണ്ടാവും നമ്മളെ ബ്രെയിനിൽ, ഒരു ചിപ്പിൽ സേവ് ചെയ്തിട്ടുണ്ടാകും. അതിങ്ങനെ വരുമ്പോൾ അതാ കഥാപാത്രങ്ങൾ വരുമ്പോൾ അതറിയാതെ ആ ഒരു ഫയൽ തുറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തിളക്കാലം കഴിഞ്ഞ് മാറാം. അതൊരു വല്ലാത്തൊരു ഒരു പ്രോസസ്സിങ് ആണ് ഈ ക്യാരക്ടറിൽ നിന്ന് നടനിലേക്കുള്ള ഒരു, അങ്ങനെ ഒരു ചൂസിങ് ഒന്നുമില്ല. ഏത് കഥാപാത്രം കിട്ടിയാലും ചെയ്യാം. ഒരു സ്ത്രീ വേഷമാണ് ഞാൻ ചെയ്യേണ്ടതെന്നെങ്കിൽ സ്ത്രീ വേഷം ചെയ്യാം. അപ്പോൾ സ്ത്രീകളുടെ ചേഷ്ടകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ ഇപ്പോൾ സാറ് സിനിമ മാത്രമല്ല, സീരിയലുണ്ട്, നാടകമുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കഥാപാത്രം അല്ലെങ്കിൽ അഭിനയം എന്നൊരു ഫാക്ടറിനാണെന്ന് തോന്നുന്നു. അപ്പം ഇതുവരെ ചെയ്തതിൽ മനസ്സിലെന്നും നിൽക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ കഥാപാത്രം സാറിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു കഥാപാത്രം ഓർത്തെടുക്കാൻ പറഞ്ഞത് ഏതായിരിക്കും? അങ്ങനെ എനിക്ക് ഇഷ്ടമില്ലാത്ത കഥാപാത്രവും ചെയ്തിട്ടില്ല ഞാൻ. നമുക്ക് എല്ലാ കഥാപാത്രവും ഇഷ്ടത്തോടു കൂടിയല്ലേ ചെയ്യുന്നത്. നീ ഒരു ഇഷ്ടമില്ലാത്ത കഥാപാത്രം ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല നമുക്കത്. നമ്മൾ കിട്ടുന്ന കഥാപാത്രം അത് നമ്മളുടെ ആത്മാവിലേക്ക് വായിച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഇഷ്ടമാവും, അത് നമ്മളുടെ സ്വന്തമാവും അത്. എന്നാലും ഈ പറഞ്ഞ ചോദ്യത്തിൽ നമ്മളെ മനസ്സൊന്ന് വിട്ടുപോകാത്തപ്പോൾ ഞാൻ ഈ അവസാനം പറഞ്ഞ കഥാപാത്രം അത് വല്ലാതെ മനസ്സിൻ്റെ ജനങ്ങളുടെ മനസ്സിലും തങ്ങി നിന്നിട്ടുള്ള കഥാപാത്രമാണ്. ആ വർഷത്തെ അവാർഡിന് പരിഗണിച്ചിരുന്നെങ്കിൽ എനിക്ക് അവാർഡ് ഉറപ്പായിരുന്നു. പക്ഷേ ഞാൻ വിട്ടുപോയില്ലേ. അത് ഇവിടെ ഈ തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ, തൃശ്ശൂർ, അവിടെ തൃപ്രയാർ പ്രദേശത്തൊക്കെ ഒരു അമ്മയും മകനും അലഞ്ഞു നടന്നിരുന്നു. വളരെ ഹൈ സൊസൈറ്റിയിലുള്ള ഒരു ബ്രാഹ്മണ സമൂഹത്തിലെ ഒരാളായിരുന്നു അവർ. അത് ഈ മകന് മാനസിക വിഭ്രാന്തിയുണ്ട്, ഭയങ്കര വിദ്യാഭ്യാസമാണ്, പഠിപ്പ് കൂടിയിട്ട് ഭ്രാന്തായത് അതുകൊണ്ട്. അപ്പോൾ ഈ അമ്മ ഇവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. ചില നേരത്ത് വയലൻ്റ് ആകുമ്പോൾ ചിലപ്പോൾ അമ്മയെ തല്ലും, മാത്രം ഭയങ്കര ഓട്ടും പിട്ടും. എന്നാലും ഈ അമ്മ മോനെ എന്ന് പറഞ്ഞ് അമ്മയുടെ മടിയിൽ തല വെച്ച് പാട്ട് പാടിയാൽ മകൻ മെല്ലെ അങ്ങ് മയങ്ങിപ്പോകും. അപ്പോൾ ഇവരൊരു സംഗീതജ്ഞ കൂടിയിട്ടാണ്. ഇവനും വലിയ വിദ്യാഭ്യാസമുള്ള രാജു എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ, മറ്റൊരു അമ്മാളാണ്. അത് നമുക്ക് കണ്ടിട്ടുള്ള കഥാപാത്രമാണ്. അപ്പോൾ ആ നാടകം എഴുതുമ്പോൾ തന്നെ ഈ രാജൻ കിഴക്കനേലയാണ് എഴുതിയിട്ടുള്ളത്, കൊല്ലം ജില്ലയിലുള്ള. അപ്പോൾ അദ്ദേഹത്തിന് അതിന് വേണ്ട മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത് കൊടുത്തത് ഞാനാണ്. അപ്പോൾ അതിന് വേണ്ടി കുറേ പഠിച്ചു ഞാൻ. അവർ താമസിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് കഥാപാത്രത്തെ ഓടുന്നതും ഒക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓടിപ്പോയി ഒരു കടയിൽ കയറി, അയാൾ ഇംഗ്ലീഷ് ബുക്കുകളൊക്കെ വായിക്കുള്ളൂ, ഇംഗ്ലീഷ് അവർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ട് അവനാണ്ട് പോകും. അമ്മ പിന്നാലെ നടന്നിട്ട് അത് പൈസ കൊടുത്തിട്ട് പോകും. നല്ല രസമാണത്, രസം സങ്കടകരമാണ് അത്. അപ്പോൾ ആ കഥാപാത്രത്തെ അത്രമേൽ പഠിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ സിനിമയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വിസ്മരിച്ചത് കാലും കെട്ടൊക്കെ ആയിട്ട് ഇപ്പോഴും ആ കഥാപാത്രം മനസ്സിൽ നിന്ന് ഇങ്ങനെ പോയിട്ടില്ല. അത് കണ്ടിട്ട് ഒരുപാട് വല്ലാതെ മനസ്സ് വേദനിക്കേണ്ട നാടകം കണ്ടു പോരില്ല. പിന്നെ എനിക്ക് അവാർഡ് കിട്ടിയൊരു നാടകമുണ്ട്, കോഴിക്കോട് സങ്കീർത്തനയുടെ നവരസ നായകൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതൊരു നടനും ചെയ്യാൻ കൊതിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിപ്പോൾ ഞാനല്ല ആര് ചെയ്താലും ചിലപ്പോൾ അവാർഡ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവാർഡിൻ്റെ ക്രെഡിറ്റ് എനിക്കൊന്നും പറയാനും പറ്റില്ല. കാരണം എനിക്ക് ആ കഥാപാത്രം കിട്ടി, എനിക്ക് ചെയ്യാൻ അവസരം കിട്ടി, അവാർഡ് എനിക്ക് കിട്ടി. അത് വേറെ ആര് ചെയ്താലും കിട്ടും, മനസ്സറിഞ്ഞ് ചെയ്താൽ കിട്ടും. ആദ്യം ഒരു കാളപ്പോരുകാരനായിട്ടുള്ള അച്ഛൻ, ആ അച്ഛൻ്റെ മകൻ ഒരു കഥകളിക്കാരനായിട്ടുള്ള മകൻ, അങ്ങനെ രണ്ട് കഥാപാത്രങ്ങളെ ചെയ്യുന്നു. അപ്പോൾ രണ്ടും ഭയങ്കര അപ്പുറപ്പുറം നിൽക്കുന്നതാണ്. ഒരു വളരെ രൗദ്രഭാവമുള്ള കാളപ്പോരുകാരൻ, അറിയാലോ, ഭയങ്കര റഫായിരിക്കുകയാണ്, വളരെ സാത്വികനായിട്ടുള്ള കഥകളിക്കാരൻ. അപ്പോൾ ഇത് രണ്ടും ഒരാൾ ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിനായിരുന്നു എനിക്ക് അവാർഡ് കിട്ടിയത്. അത് ഈ പറഞ്ഞ പോലെ ഒരു ഹെവി വേഷമായിരുന്നു, നല്ല വേഷമായിരുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിൽ നിൽക്കുന്നതാണ്. എന്നാലും ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും എനിക്കിഷ്ടം. ഇഷ്ടമില്ലാത്തൊരു കഥാപാത്രമില്ല. ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് എന്താ, ആരെങ്കിലും ചെയ്യണ്ടോയെന്ന് എനിക്കറിയില്ല. അത് ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നാടകത്തിൽ ചെയ്യാൻ പറ്റില്ല.